രാവിലെ നമ്മുടെ ജാസ്മിൻ ജിൻഡോ വഴക്കിന് ശേഷം നമ്മുടെ സിബിനും മുടിയനും കൂടെ പവർ റൂമിലിരുന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇവളെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മുടെ സിബിൻ ചോദിക്കുന്നു. അത് പറയുന്നത് റസ്മിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ഇവൾ വലിയ നന്മമരമാണല്ലോ, ഇവൾ തിന്മയ്ക്കെതിരെ പോരാടുന്നവളാണല്ലോ, എന്നിട്ട് ഇവൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സിബിൻ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ടാർഗറ്റിങ് എല്ലാവരും. അപ്പോഴത്തേക്കും മുടിയൻ പറയുന്നത് എല്ലാവരും ഗെയിം അല്ലേ, എല്ലാവരുടെയും ഗെയിം പ്ലാൻ ഞങ്ങളാണല്ലോ എല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഉടനെ സിബിൻ പറയണം, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെയല്ല, ഞാൻ തിന്മയ്ക്കെതിരെ നിൽക്കുന്ന ആളാണ്, ഞാൻ നന്മ വിജയിക്കാൻ ഇവിടെ പ്രയത്നിക്കുന്ന ആളാണെന്ന് സിബിൻ. അപ്പം മുടിയൻ പറയും എല്ലാവരും ഗെയിം തന്നെ, ഒരു മാസം കഴിയുമ്പോൾ സിബിനും ഈ ഒരു ഗെയിമിലേക്ക് ഇറങ്ങുമെന്ന് മുടിയൻ പറയുന്നുണ്ട് കേട്ടോ. സിബിൻ്റെ ഗെയിം എന്താണെന്ന് ഒരു ശതമാനമെങ്കിലും എനിക്ക് തോന്നുന്നു മുടിയനും മനസ്സിലായിട്ടുണ്ട്. കാര്യം ഇവിടെ കയറി വന്നപ്പോൾ പറഞ്ഞത് അൻസിബയും മുടിയനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്, ഇവർ ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിലിൽ ഇരുന്നുകൊണ്ട് ഗെയിം കളിക്കുവാണ് സിബിൻ എന്നൊക്കെയാണ് സിബിൻ പറഞ്ഞതെന്ന്. പക്ഷേ ഇതേ പരിപാടി തന്നെയാണ് ഇപ്പോൾ സിബിൻ ചെയ്യുന്നത്. അതെന്തായാലും കുറച്ചെങ്കിലും ആ മുടിയിൽ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. എന്തായാലും എല്ലാവരുടെയും ഗെയിം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിനും ഗബ്രിയും പുറത്തു പോകണമെന്നത് വീട്ടിലെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സിബിൻ്റെ കൂടെ നിൽക്കുന്നത്. അതായത് ജാസ്മിനും ഗബ്രിക്കും പുറത്ത് നെഗറ്റീവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജാസ്മിനും ഗബ്രിക്കുമെതിരെ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇവർക്കും പോസിറ്റീവ് ആകും. മാത്രമല്ല ഇവർ പുറത്തുനിന്ന് ഗെയിം കണ്ട് വന്നതല്ലേ, അപ്പോൾ അവരോട് നിൽക്കുകയാണെങ്കിൽ തങ്ങളുടെ ഗെയിമിന് കുറേ മാറ്റം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞ സിബിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു മുടിയൻ എന്തായാലും സിബിനെ പഠിച്ചു കഴിഞ്ഞു. മുടിയൻ പറയുന്ന പല വാക്കുകളും എനിക്ക് കേൾക്കുമെന്ന് തോന്നുന്നു. സിബിൻ്റെ ഗെയിം എന്താണെന്ന് മുടിയന് മനസ്സിലായിട്ടുണ്ട്. ഇവരെതിരെ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാര്യം കൂടെ നിന്നിട്ട് സിബിൻ്റെ ക്യാരക്ടറെല്ലാം മനസ്സിലാക്കി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചാൽ സൂപ്പറായിരിക്കും. നമുക്ക് നോക്കാം പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.